ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൊഗെയിൻവില്ലയെ കുറിച്ചിട്ടാട്ടോ. കടലാസ് ചെടിയുടെ കമ്പ് നടാനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കടലാസ് ചെടിയുടെ കമ്പ് നടാനെടുക്കുമ്പോൾ നല്ല മൂത്ത സ്റ്റെമ്മ് നോക്കിയാണ് എടുക്കേണ്ടത്. സ്റ്റെമ്മ് ഇതുപോലെ കനമുള്ളതായിരിക്കണം, നല്ല മൂത്ത സ്റ്റെമ്മായിരിക്കണം എടുക്കേണ്ടത്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കണ്ടറിയാം. ഇവിടെ ഇളന്ന് വരുന്നുള്ളൂ ഈ സ്റ്റെമ്മ്. ഇവിടെ നോക്കിയാൽ നല്ല കട്ടിയുള്ള സ്റ്റെമ്മ് നമുക്ക് കാണാം. ഈ സ്റ്റെമ്മായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ബൊഗെയിൻവില്ലയിലെ എല്ലാ കടലാസ് ചെടികൾക്കും സ്റ്റെമ്മ് കനമുള്ളതായിരിക്കണമെന്നില്ല. നമ്മുടെ ചില്ലി വെറൈറ്റീസ് അവയുടെ സ്റ്റെമ്മ് വളരെ നേർത്ത സ്റ്റെമ്മായിരിക്കും. ചില്ലി വെറൈറ്റീസിൽ ചില്ലി യെല്ലോ ആണത്. ചില്ലി യെല്ലോൻ്റെ സ്റ്റെമ്മ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല നേർത്ത സ്റ്റെമ്മായിരിക്കും ഇത്. ഇതിൽ തന്നെ കടലാസ് ചെടിയിൽ ചില്ലി വെറൈറ്റീസ് അതിൻ്റെ സ്റ്റെമ്മ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നേർത്ത സ്റ്റെമ്മായിരിക്കും. ഈ സ്റ്റെമ്മ് നമ്മൾ നല്ല മൂത്ത സ്റ്റെമ്മ് നോക്കിയിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ചില്ലി വെറൈറ്റീസിൻ്റെയൊക്കെ മെയിൻ സ്റ്റെമ്മ് നല്ല കട്ടിയുള്ള സ്റ്റെമ്മായിരിക്കും. ഇതിൽ നമ്മൾ ഏകദേശം ചെറിയ ചെറിയ ശാഖകൾ അവിടേക്ക് ഇവിടേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. ഇതിലിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മൂത്തതാണോ അല്ലയോ ഒന്നും. അപ്പോൾ ഈ സ്റ്റെമ്മ് നല്ല മൂത്തതാണെങ്കിൽ അത് നടാനെടുക്കാം. കമ്പ് കട്ട് ചെയ്ത് കടലാസ് ചെടിയുടെ കമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സാഫ് തേച്ച് കൊടുക്കണം. നമ്മൾ സാധാരണയായിട്ട് കമ്പ് നടാനെടുക്കുന്ന സമയം മഴക്കാലത്താണ്. അപ്പോൾ ആ തണുപ്പ് സമയത്താണെങ്കിൽ വേഗം പിടിച്ചു കിട്ടും. സാഫ് തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷൻ തട്ടാതിരിക്കാനാണ് സാഫ് തേക്കുന്നത്. ഈ കമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കട്ട് ചെയ്ത ഭാഗം എവിടെയാണ് നടേണ്ട ഭാഗം, ഏതാണ് തലഭാഗം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നടേണ്ട ഭാഗത്ത് കമ്പ് ഒന്ന് സൈഡ് തിരിച്ച് വെട്ടുക. അവിടെ സാഫിൽ മുക്കി ഇൻഫെക്ഷൻ കയറാതെ സൂക്ഷിക്കുക. ഹൈബ്രിഡ് ബൊഗെയിൻവില്ലയുടെ എല്ലാ സ്റ്റെമ്മും നമുക്ക് പിടിച്ച് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. 10 എണ്ണം നട്ട് കഴിഞ്ഞാൽ 1 or 2 ആണ് പിടിച്ച് കിട്ടുക. നമ്മൾ ശരിയായ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ ഒരു 100-ൽ ഒരു 80% പിടിപ്പിച്ച് എടുക്കാനായിട്ട് സാധിക്കും. കടലാസ് ചെടിയുടെ കമ്പ് നടുന്ന വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.